പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി നടപ്പാക്കുന്നത് സെന്റ് ബേസിൽ ഗ്രാനൈറ്റ് സ്ഥാപനത്തിന്റെ CSR ഫണ്ടിന്റെ സഹായത്തോടെ. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലെ LKG, UKG വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കിയ സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ വിതരണോദ്ഘാടനം പട്ടിക്കാട് LP സ്കൂളിൽ നടന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ പദ്ധതിയെന്ന നേട്ടവും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് സ്വന്തം. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കിയത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മിനു ടീച്ചർ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകളിലെ LKG, UKG വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ യൂണിഫോമുകൾ വിതരണം ചെയ്തത്. സെന്റ് ബേസിൽ ഗ്രാനൈറ്റ് സ്ഥാപനത്തിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KC അഭിലാഷ് ആമുഖ പ്രഭാഷണം നടത്തി. സെന്റ് ബേസിൽ ഗ്രാനൈറ്റ് ഉടമകളായ ഔസേപ്പ് കാവനക്കുടി, പോൾ ജോസഫ് എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായിരുന്നു. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് സ്കൂൾ യൂണിഫോം വിതരണത്തിന് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കിയത് എന്നും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം സാമൂഹിക ഇടപെടലുകൾ മാതൃകാപരമാണെന്നും ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് പഞ്ചായത്തിനൊപ്പം ലാലീസ് ഗ്രൂപ്പും സെന്റ് ബേസിൽ ഗ്രൂപ്പും എന്നും ഉണ്ടാകുമെന്നും ഔസേപ്പ് കാവനക്കുടി പറഞ്ഞു. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KP എൽദോസ് മുന്നോട്ട് വെച്ച ആശയമാണ് പിന്നീട് പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച് പദ്ധതിയായി നടപ്പാക്കിയത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോളി ജോർജ്, സീന വർഗീസ്, വിനോദ് തേനമ്പറമ്പിൽ, പഞ്ചായത്ത് അംഗം അജു തോമസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KP എൽദോസ്, ലീലാമ ടീച്ചർ, സാവിത്രി സദാനന്ദൻ, മറ്റു ജനപ്രതിനിധികൾ, പഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് സഹായഹസ്തം നീട്ടിയ സെന്റ് ബേസിൽ ഗ്രാനൈറ്റ്സിനും ഉടമ ഔസേപ്പ് കാവനക്കുടിക്കുള്ള നന്ദിയും പഞ്ചായത്ത് അധികൃതർ ചടങ്ങിൽ വെച്ച് രേഖപ്പെടുത്തി. ഇങ്ങനെ ഒരു പ്രൊജക്റ്റും കൂടെ ആകാമെന്ന് നമ്മുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായ KP എൽദോസ് ആണ് ഇങ്ങനെ ആശയം കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നടക്കം ഭരണസമിതി ഒന്നടക്കം അതിനെ പിന്താങ്ങി വളരെ സന്തോഷത്തോടെ അതൊന്ന പ്രൊജക്റ്റായിട്ട് വെക്കാം എന്ന് ഞങ്ങൾ ആലോചിച്ചു, പ്രൊജക്റ്റ് വെച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അത് മാർഗരേഖയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് DPC അത് റിജക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ആ ആശങ്ക അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഔസേപ്പേട്ടൻ ഞങ്ങളുടെ പറഞ്ഞു, CSR ഫണ്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെയാണ് ഇങ്ങനൊരു പദ്ധതി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ഞാൻ പലപ്പോഴും മുൻ വർഷങ്ങളിൽ ഞാൻ എൻ്റെ അനുഭവം വെച്ച് തന്നെ പറയാം, സ്കൂളിൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് യൂണിഫോം കൊടുക്കുന്നു. ആ യൂണിഫോം കൊടുക്കുന്ന സമയത്തായിരിക്കും ആ സ്കൂളിലെ ഏറ്റവും പിഞ്ചു കുട്ടികളായ LKGയിലെയും UKGയിലെയും കുട്ടികൾ വളരെ വിഷമത്തോടെ, എൻ്റെ രക്ഷിതാക്കളായാലും ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്നുള്ള ഒരു വിഷമത്തോടെ നോക്കി നിൽക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു അവരുടെ ആ സങ്കടം ഞാൻ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയത് കാരണം എനിക്കും ഇതിനകത്ത് ഏറ്റവും വളരെ സന്തോഷമായ ഒരു ഇത് തന്നെയാണ്. ഈ നല്ലൊരു പ്രോജക്റ്റായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മളുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ സർക്കാരിന് പങ്കാളിയാകാൻ സാധിക്കില്ല. നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമാണ്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? പഞ്ചായത്ത്, വിവിധ ഏജൻസികളായിട്ട് ഇന്ന് നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് CRS ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലെ നാടുകളിലെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ ഈ പ്രോജക്റ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അതിന്റെ ജനപ്രതിനിധികൾ ഞങ്ങളെ സമീപിച്ചപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത ഒരു കാര്യമാണ്. ഞാൻ കൂടി പഠിച്ച സ്കൂളാണ് ഈ പട്ടിക്കാട് സ്കൂള്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നു. ഇനിയും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ജനോപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും പരിപൂർണ സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പ്രോജക്റ്റിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഇതിൽ വളരെ സന്തോഷത്തോടെ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു. നന്ദി, എല്ലാവർക്കും നമസ്കാരം.